ശബരിമല റോപ്പ് വേ പദ്ധതിയുടെ നടപടികൾ വേഗത്തിലാക്കി ദേവസ്വം ബോർഡ്. പദ്ധതിയുടെ ഭാഗമായി പമ്പ ഹിൽടോപ്പിലെ 66 kV വൈദ്യുതി ലൈനുകൾ മാറ്റി സ്ഥാപിക്കും. റോപ്പ് വേ യാഥാർത്ഥ്യമാകുന്നതോടെ സന്നിധാനത്തേക്കുള്ള ചരക്ക് നീക്കം അടക്കം വേഗത്തിലാണ്. ഏറെ നാളുകൾ നീണ്ട ചർച്ചകൾക്കും മറ്റ് നടപടികൾക്കും ശേഷമാണ് ശബരിമല റോപ്പ് വേ പദ്ധതിയുടെ നടപടികൾ വേഗത്തിലാകുന്നത്. എല്ലാ തീർത്ഥാടന കാലത്തും റോപ്പ് വേ ചർച്ചയാവാറുണ്ടെങ്കിലും തീർത്ഥാടന ശേഷം എല്ലാം കെട്ടടങ്ങുന്നതായിരുന്നു രീതി. എന്തായാലും ഇപ്പോൾ നടപടികൾ പുരോഗമിക്കുകയാണ്. പദ്ധതി പ്രദേശത്തുള്ള വൈദ്യുതി ലൈനുകൾ അടക്കം ഇവിടെ നിന്ന് നീക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് ആരംഭിച്ചിരിക്കുന്നത്. പമ്പയിൽ റോപ്പ് വേ സ്റ്റേഷനും ഓട്ടോമേറ്റഡ് വെയർഹൌസുകളും ഓഫീസുകളും നിർമ്മിക്കാനിരിക്കുന്ന സ്ഥലത്താണ് വൈദ്യുതി ടവർ ഉള്ളത്. അനുയോജ്യമായ സ്ഥലത്തേക്ക് ടവർ മാറ്റണമെന്നും കേബിളുകളിലൂടെ വൈദ്യുതി എത്തിക്കാൻ സംവിധാനം ഒരുക്കണമെന്നും ആവശ്യപ്പെട്ട് ദേവസ്വം കമ്മീഷണർ വൈദ്യുതി ബോർഡിന് കത്ത് നൽകും. മൂഴിയാർ പവർ ഹൌസിൽ നിന്നെത്തുന്ന വൈദ്യുതി ലൈനുകൾ തൊട്ടടുത്ത ടവറിൽ നിന്ന് വൈദ്യുതി കേബിളുകളിലേക്ക് മാറ്റി ഭൂമിക്കടിയിലൂടെ സബ്സ്റ്റേഷൻ സമീപമുള്ള ടവറിലേക്ക് എത്തിക്കാനാകും. വനവകുപ്പിന്റെ റാന്നി ഫോറസ്റ്റ് ഡിവിഷനിലാണ് റോപ്പ് വേ പമ്പ സ്റ്റേഷൻ വരുന്നത്. റോപ്പ് വേ കടന്നുപോകുന്ന പമ്പാ നദിയുടെ മറുകര പെരിയാർ ടൈഗർ റിസർവ് വനമേഖലയാണ്. റോപ്പ് വേ നിർമ്മാണത്തിന്റെ ഭാഗമായി വനവകുപ്പിന്റെ സ്ഥലപരിശോധന പൂർത്തിയായിട്ടുണ്ട്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡനും സ്റ്റേറ്റ് വൈൽഡ് ലൈഫ് ബോർഡിനും റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. സമയബന്ധിതമായി അന്തിമാനുമതി നൽകുമെന്നാണ് സൂചന. പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കുള്ള ചരക്ക് നീക്കം സുഗമമാക്കാനും ആംബുലൻസ് സർവീസിനുമാണ് റോപ്പ് വേ. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.